ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു മൈ ചാമ്പ്യൻ ട്രേഡർ. സൈഡ് വേസ് മാർക്കറ്റ് എങ്ങനെ തിരിച്ചറിയാം, അതിലെങ്ങനെ കറക്റ്റായി ട്രേഡ് എടുക്കാം, എങ്ങനെ ഫേക്ക് ആയിട്ട് വന്ന് ട്രേഡ് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടുണ്ട്, അതേപോലെ ഗോൾഡിൻ്റെ ഫോറക്സിൻ്റെ കമ്മോഡിറ്റിൻ്റെ ഗോൾഡിൻ്റെ ചാർട്ട് കൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ സോഫ്റ്റ് സിക്കിൽ കാണിച്ചു, അതിൻ്റെ ഗോൾഡ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം വളരെ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 8.1. ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് മുകളിൽ മാർക്കറ്റ് കയറിയതിന് ശേഷം അവിടുന്ന് ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, ചെറിയൊരു റിട്ടേൺസ് മാർക്കറ്റിൽ പോയിട്ടുണ്ട്. നമുക്ക് സ്കാൽപ്പിംഗ് ആയിട്ട് ട്രെൻഡ് ഉണ്ടായിരുന്നു, ചെറിയ റിട്ടേൺസ് കിട്ടിയിട്ടുമുണ്ട്, എന്നാൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് 1.5 ശേഷം വന്ന സെൽ ഇൻഡിക്കേഷനും നമുക്ക് മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് നിൽക്കുമായിരുന്നു, മാർക്കറ്റ് ഡൗൺ ഇറങ്ങില്ല. പക്ഷേ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ സൈഡ് വേസ് ആണെന്നുള്ള കറക്റ്റ് ഇൻഡിക്കേഷൻ എക്സ്ട്രാ കളർ വഴി സോഫ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഫ്രഷേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ 8.1. അപ്പോൾ അതേപോലെ ഇന്നത്തെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ സ്കാൽപ്പിങ്ങിൽ നോക്കുകയാണെങ്കിൽ M6ൻ്റെ മോർണിംഗിൽ ഒരു അപ് ട്രെൻഡ്, നമുക്ക് ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് നല്ലൊരു ഹൈക്ക് പോയിട്ട് നല്ല റിട്ടേൺസ് ആയിരുന്നു. ഇപ്പോൾ സെല്ല് വന്ന് സൈഡ് വേസ് ആണ് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ എക്സ്ട്രാ കളർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ. അതിൻ്റെ എക്സ്ട്രാ കളർ നമുക്ക് സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ ആയിട്ട് വ്യത്യസ്ത കളർ വഴി നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് സിഗ്നൽ തന്നിരിക്കുന്നതാണ് ഈ മേലിൽ കൊടുത്തിരിക്കുന്നത്. 2.50 സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തന്നു, അതിൽ ഗ്രീൻ ആണ് ബയ്യർ, റെഡാണ് സെല്ല്. ഇപ്പോൾ സെല്ല് വന്ന സമയമാണ് മേലിൽ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റുകളും താഴെ. ഇപ്പോൾ ഈ സിഗ്നൽ വന്ന ശേഷം നമുക്കിവിടെ റെഡ് ക്യാൻഡിൽ വന്നെങ്കിലും താഴത്തോട്ട് റെഡ് ക്യാൻഡിൽ വന്നില്ല, താഴത്തെ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ അവിടെ നമുക്ക് വ്യത്യസ്ത കളറും ആയി. അപ്പോൾ ട്രേഡ് അവിടെ ഇല്ല, എന്നാൽ ചെറിയ റിട്ടേൺ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് നമുക്ക് 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും അവിടെ റിസ്ക് ആണെന്ന് സോഫ്റ്റ് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ കൺഫർമേഷൻ കറക്റ്റ് ലെവലിൽ വരാത്തതും അവിടെ നമുക്ക് വ്യത്യസ്ത കളർ കാണിച്ചു തരുന്നു. അപ്പം എടുക്കുന്നവർക്ക് സ്കാൽപ്പിങ്ങിൽ എടുക്കാം, പക്ഷേ അവിടെ ട്രേഡ് റിസ്ക് ആയതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്ത കളർ കാണിക്കുന്നത്. അതേപോലെ തന്നെ ചെറുതായിട്ട് മാർക്കറ്റ് ഇറങ്ങി തിരിച്ച് കയറുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല എന്നുള്ള കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. എന്നാൽ മോർണിംഗിൽ വന്ന അപ്ട്രെൻഡ് നല്ല റിട്ടേൺസ് ആയിരുന്നു. അവിടെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ മാർക്കറ്റ് പെട്ടെന്നൊരു ഹൈക്ക് അടിച്ച് കയറി തിരിച്ച് റെസിസ്റ്റൻസ് ഇവിടെ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്, അവിടെ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് ആയിരുന്നു. ഇപ്പോൾ ഗോൾഡിൻ്റെ 5 മിനിറ്റ്സിൻ്റെ സ്കാൽപ്പിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ അവിടുന്ന് കറക്റ്റ് റിട്ടേൺ നമുക്ക് മാർക്കറ്റ് നല്ലൊരു ട്രേഡ് പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ വന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ സെൽ സിഗ്നൽ വന്ന് കൺഫർമേഷൻ വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് തിരിച്ചു കയറിയതിന് ശേഷമാണ് പിന്നെ ഇറങ്ങിയിരിക്കുന്നത്. അവിടുന്ന് നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ സിഗ്നൽ വന്നതിന് ശേഷം ആ ബ്രേക്ക്ഔട്ട് പോയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. അവിടുന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. കറക്റ്റ് ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടാനും സാധ്യത കൂടുതലാണ്. അതേപോലെ ഫോറക്സ് മാർക്കറ്റിൻ്റെ ഗോൾഡ് ഇന്നത്തെ സ്കാൽപ്പിങ്ങിൽ മോർണിംഗിൽ നല്ലൊരു അപ്ട്രെൻഡ് ഉണ്ടായിരുന്നു, അതിന് ശേഷം സെല്ല് നമുക്ക് വലിയൊരു റിട്ടേൺ തന്നില്ല. പിന്നെ തിരിച്ച് മാർക്കറ്റ് ലാസ്റ്റ് വന്ന ബൈ ട്രേഡിന് നല്ല റിട്ടേൺസ് ആയിരുന്നു. അവിടുന്ന് സിഗ്നൽ വന്നപ്പോൾ ഓൾറെഡി താഴെ കൺഫേംഡ് ആയിരുന്നു. 4817 നിന്ന് മാർക്കറ്റ് കയറി അപ്രോക്സിമേറ്റ് 4939 വരെ പോയിട്ട് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്, നല്ല ട്രേഡ് ആയിരുന്നു. അതിൽ 50 മിനിറ്റ്സിൽ നമുക്ക് അവിടെ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്, അവിടെ ബൈ ഹോൾഡ് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. 15 മിനിറ്റ്സിൽ മോർണിംഗിൽ നമുക്ക് 5:30 തന്ന ബൈ ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ സിഗ്നൽ വന്ന് കൺഫേം ആയി. ഫസ്റ്റ് ബ്രേക്ക്ഔട്ടിൽ നമുക്ക് മാർക്കറ്റ് തിരിച്ച് നമുക്ക് അപ് ട്രെൻഡ് കയറി നമുക്ക് 4859 വരെ പോയിട്ട് തിരിച്ച് അവിടെ സെൽ ഇൻഡിക്കേഷൻ തരാതെ പിന്നെയും തിരിച്ച് കയറണം. അവിടെ ബൈ ഹോൾഡ് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കവിടെ ലാസ്റ്റ് വന്ന ബൈ ഇൻഡിക്കേഷൻ പ്രകാരം നമുക്ക് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് കയറുവാണ്. 140 പോയിന്റാണ് കയറി നിൽക്കണത്. ഇപ്പം നമുക്ക് കറന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. നമുക്ക് ഒരു സൈഡ് വേസ് ട്രെൻഡ് 1 മിനിറ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡ് നമുക്ക് എടുത്ത് നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം, പക്ഷെ അവരുടെ സെല്ല് എടുക്കാറായിട്ടില്ല, തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഈ തിരിച്ച് ഒരു ഡിപ്പിൽ നിന്ന് നമുക്ക് രണ്ടാമത് ബ്രേക്കൗട്ട് പോകുമ്പോൾ അവിടെ റീ എൻട്രി തരാം. ആ സമയത്ത് നമുക്കിവിടെ റീ എൻട്രി സജഷൻ തരുമ്പോൾ നമുക്കവിടെ ട്രേഡ് അടുത്തത് എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ സൈഡ് വേസ് എക്സ്ട്രാ കളർ വഴി കാണിച്ചു തരും, നമുക്ക് വ്യത്യസ്ത കളർ സൈഡ് വേസ് ആണ്. അതേപോലെ കളർ ചേഞ്ച് നമുക്ക് തരുമ്പോൾ നമുക്ക് ഒരു ട്രേഡ് എടുത്ത് നിൽക്കുന്ന പെട്ടെന്ന് റിവേഴ്സ് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതിന് മുമ്പേ നമുക്ക് റിവേഴ്സ് പോയി ഒരുപാട് നമുക്ക് മാർക്കറ്റ് ലോസ് പോകുന്നതിന് മുമ്പേ എക്സിറ്റ് ചെയ്യാൻ പല ഇൻഫർമേഷൻസ് നമുക്ക് മെസ്സേജ് അലേർട്ടും ട്രെൻഡ് ചേഞ്ച് ആവുന്നതും നമുക്ക് താഴത്തെ കളർ ചേഞ്ച് വരുന്നതും നമുക്ക് അതേപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് അങ്ങനെ പല ഇൻഡിക്കേഷനുകളും നമുക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് ലോസ് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാനുള്ള നമുക്ക് ഇൻഫർമേഷൻ സോഫ്റ്റ് കറക്റ്റ് ലെവലിൽ തരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ അറ്റൻഡ് ചെയ്താൽ മനസ്സിലാവും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും. താങ്ക് യു.